എനിക്കൊട്ടും വിശപ്പില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞു പറ്റത്തില്ല. സ്കൂളിൽ കിടന്ന് കുത്തി മറിഞ്ഞിട്ട് വരുന്നല്ലേ, നല്ല ക്ഷീണം കാണും. മോള് കുറച്ചുകൂടി പാല് കുടിച്ചേ. എനിക്കിനി ഒന്നും വേണ്ട. ഇനി കുടിച്ചാ വയറ് പൊട്ടിപ്പോവും. അമ്പടി കേമി, പാല് കുടിക്കാതിരിക്കാനുള്ള അടവ് കൊള്ളാം. അതിരിക്കട്ടെ, ഉച്ചയ്ക്ക് കൊണ്ടുപോയ ചോറ് മുഴുവൻ കഴിച്ചായിരുന്നോ? ഫുഡ് നമ്മള് ഫ്രണ്ട്സ് എല്ലാരും ഷെയർ ചെയ്താ കഴിക്കുന്നത്. ആ, അപ്പൊ പിന്നെ കഴിക്കണ്ടല്ലോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് തീർക്കാലോ. അമ്മേ, ഇവളിന്നൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് പിടിച്ചേ, ആ പാലൂടെ ബാക്കി കുടിപ്പിക്കാം. അല്ല ആന്റി, ഞാൻ കഴിച്ചു. എന്റെ ഫുഡ് അവർക്കും കൊടുക്കും, അവരുടെ ഫുഡ് എനിക്കും തരും. നല്ല രസമാ എല്ലാരും കൂടി കഴിക്കാൻ. ആരൊക്കെയാ മോളുടെ ഫ്രണ്ട്സ്? ഒരുപാട് പേരുണ്ട്. എന്നാലും തിക് ഫ്രണ്ട്സ് നമ്മൾ 4 പേരാ. ഞാനും ചിപ്പിയും അമ്മു ഇന്ദൂട്ടിയും. ചിപ്പി എന്ന് പറഞ്ഞ കുട്ടിക്കല്ലേ സ്കൂളിൽ വെച്ച് അപകടം ഉണ്ടായത്? ആ അതെ. അന്ന് അവൾക്ക് ബ്ലഡ് കൊടുത്ത ആരാന്നറിയാമോ? അമ്മയാ. അമ്മ ആശുപത്രിയിലെ ചിപ്പിയെ നേരിട്ട് കണ്ടു. അമ്മ അവൾക്ക് ഉമ്മയും കൊടുത്തു എന്ന് പറഞ്ഞു. അമ്മേ, സമ്പ്രതി ഇന്ന് പുറത്തെങ്ങനെ പോയായിരുന്നോ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ കല്യാണത്തിന് പോയിരുന്നല്ലോ. പക്ഷെ ഇടയ്ക്ക് ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഫയൽ എടുക്കാൻ ആള് വരുന്ന കാര്യം അവളെ വിളിച്ചു പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പിന്നെ അവളെങ്ങനെ പുറത്തു പോവാനാ? അന്നേരം സമ്പ്രദ വീട്ടിലുണ്ടായിരുന്നോ? അതെനിക്കറിയത്തില്ല. അന്നല്ലേ അമ്മ മോളെ സ്കൂളിൽ കൊണ്ടുവിടാൻ വന്നത്? അന്ന് അമ്മ എന്നെ സ്കൂളിന്റെ ഗേറ്റ് വരെ കൊണ്ടാക്കിട്ട് അപ്പോഴേ പോയി. മുത്തശ്ശി, ഞാൻ ഇപ്പൊ വരാമേ. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായല്ലോ നമ്മളറിയാതെ അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന്. അമ്മ സംശയിക്കണ്ട, അവൾ അവളുടെ ഭൂതകാലം തിരക്കി ഇറങ്ങി ഇത് തന്നെയാണ്. അന്ന് ഗോകുലി വിളിച്ച് സമ്പ്രദ പുറത്തെങ്ങാനും പോയിരുന്നോ എന്ന് എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ആലോചിക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു. നമ്മളോട് പറയാതെ അവൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോയത്? ആ ഡോക്ടറെ കാണാൻ വേണ്ടി തന്നെയായിരിക്കും അവള് പോയത്. എന്തിന്? അമ്മേ, അന്ന് അവൾ അമ്മയോട് ടാബ്ലറ്റ്സിനെ കുറിച്ച് സംശയം ചോദിച്ചില്ലേ, അത് തന്നെയായിരിക്കും കാരണം. അമ്മേ, അവള് കഴിക്കുന്ന മരുന്നിനെ കുറിച്ച് അവൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. ആ, അതിനെക്കുറിച്ച് ചോദിക്കാൻ തന്നെയായിരിക്കും അവള് ഡോക്ടറെ കാണാൻ പോയത്. ഇനി അവളെ സൂക്ഷിക്കണം.